ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. ഹൈറിച്ചിൻ്റെ വാഹനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈറിച്ചിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന 5 വാഹനങ്ങളിൽ 3 വാഹനങ്ങളും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 2 പിക്കപ്പ് വാനും 2 പെട്ടി ഓട്ടോറിക്ഷയും 1 ബൈക്കുമായിരുന്നു ആ ഓഫീസിൻ്റെ മുന്നിൽ, പൂട്ടിപ്പോയ ഓഫീസിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്നത്. അതിൽ 2 പെട്ടി ഓട്ടോറിക്ഷ, ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള 2 പെട്ടി ഓട്ടോറിക്ഷയും ബൈക്കും മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഈ മോഷണത്തെക്കുറിച്ച് കമ്പനിയുടെ CEO ആയ ശ്രീനാഥ് പ്രതാപൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ പെട്ടി ഓട്ടോറിക്ഷയും ബൈക്കും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ ആ ഒരു കാര്യത്തിൽ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അന്വേഷണത്തിൽ കുറ്റവാളികളെ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ്റെ SIമാരും പുതുക്കാട് SIമാരും DYSPയും ഒക്കെ ചേർന്നുള്ള ടീം പിടികൂടിയിരിക്കുകയാണ്. എന്നാൽ ആ പിടികൂടിയ സംഘത്തിലുള്ള ആൾക്കാരെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. ഈ വാഹനം മോഷ്ടിച്ചത് ശ്രീനയുടെ മാനേജർ തന്നെയാണ്. ശ്രീനയുടെ ബന്ധുവും ഇപ്പോൾ മാനേജറായി നിൽക്കുന്ന വ്യക്തിയാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ആശ്ചര്യകരമായിട്ടുള്ള കാര്യം. പേര് സുനീഷ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിന് മുന്നേ ഗുഡ്സ് ഓട്ടോറിക്ഷ ഓടിക്കലായിരുന്നു പണി. ആ ഒരു വൈദഗ്ധ്യം ഉപയോഗിച്ചാണ് ഈ 2 പെട്ടി ഓട്ടോറിക്ഷകൾ ഇദ്ദേഹം മോഷ്ടിച്ച് തമിഴ്നാട്ടിലേക്ക് കയറ്റി അവിടെ നിന്ന് പൊളിച്ച് പൈസ പറ്റുന്ന സംഘത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിരവധി വാഹനങ്ങളാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മോഷ്ടിക്കപ്പെട്ട് അത് തമിഴ്നാട്ടിലെത്തി വിൽപ്പന നടത്തുന്നത്. അതിൽ പ്രധാനിയായിരുന്ന പൊള്ളാച്ചി കോവിൽപാളയം സ്വദേശി SK നിവാസിൽ സജിത്തിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അവരെ കൂട്ടത്തിലാണ് ഇവരെ സഹായിച്ച 5 പേരിൽ ഒന്നാമൻ്റെ പേര് രജിത്ത് എന്നാണ്, രണ്ടാമത് സുനീഷ്, മൂന്നാമത് സനീഷ്, നാലാമത് വിജിത്ത്, 5-മത്തെ വിഷ്ണു. ഇതിൽ വിഷ്ണു എന്ന് പറയുന്നതും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. ഇവരുടെ കമ്പനിയുടെ ഗുണ്ടയായി വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ സുനീഷും വിഷ്ണുവും സുഹൃത്തുക്കളാണ്. അപ്പോൾ കമ്പനിയുടെ അറിവോട് കൂടിയാണ് കമ്പനിയുടെ വാഹനങ്ങൾ മോഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.